ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും കുടുംബവും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അരിറൊട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ അരിറൊട്ടി ചെയ്തിക്കണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ രീതിയിലാണ് ചെയ്യൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് പച്ചരി അതുപോലെ തന്നെ ചാക്കരി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പച്ചരിയും ഇതും കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം. അതുകൊണ്ട് ഞാൻ രാവിലേക്കുള്ളത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കണക്കാക്കിയിട്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ കാസറോളൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ ആയി കിട്ടും. പക്ഷേ ഇങ്ങനെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ സമയത്തല്ല ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു ടൈമിലല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിത് അടിച്ച സമയത്ത് ഞാനിതിലേക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഉപ്പ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അരിപ്പൊടി അരി അരിച്ചെടുത്ത് നല്ലോണം നൈസായിട്ടുണ്ടല്ലോ, നല്ലോണം നൈസാകേണ്ട, ചെറിയൊരു തരി വേണം. അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാൻ വേണ്ടിയിട്ട്. ചൂടായതിന് ശേഷം ഇതാ കുറച്ച് എണ്ണ ഞാനിതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വല്ലാതെ കുറച്ച് എണ്ണ അങ്ങോട്ട് ആക്കി കൊടുത്തത് കേട്ടോ. ഇനി ഇതാ ഞാൻ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് അതിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ അരിമാവ്. ഇനി ഇത് എന്ത് ചെയ്യണം എന്നറിയോ, ഈ അരിമാവത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണോ എല്ലാവരും ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ രീതിക്കാണ് ഞാൻ ആദ്യമൊന്നും ഈ രീതിക്കല്ല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ആ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അല്ലെങ്കിൽ നമ്മൾ ദോശയും അങ്ങനെയൊക്കെ ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ നല്ല കട്ടിയില്ല, അങ്ങനത്തെ ചട്ടിയിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ കിട്ടിപ്പോവുക കേട്ടോ. അലുമിനിയത്തിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പോവും. അപ്പോൾ അലുമിനിയത്തിലൊന്നും ചെയ്യരുത്. ഒന്നെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇതേപോലെ കിട്ടുന്ന നല്ല കട്ടിയുള്ള ചട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ മാവൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ വേറെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഒഴിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വരുമ്പോൾ ആ ചട്ടിയിൽ ഓട്ടോമാറ്റിക് അത് വിട്ട് വരും കേട്ടോ. നമ്മളിങ്ങനെ ചട്ടിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ അലുമിനിയത്തിൻ്റെ ഇതിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും ഇങ്ങനെ നായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏതായാലും ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ട രീതി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. ഫസ്റ്റ് ആ ഒരു ടൈമിൽ ഇങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സാധാ നമ്മൾ അരിറൊട്ടിക്ക് ഇപ്പോൾ എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ അലിയിലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടി പരത്തിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് ഒരുമിച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് ഒരുമിച്ച് വെച്ച് എല്ലാം കുഴച്ച് റെഡിയാക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഉപ്പ് ആ സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് ഇട്ട് കൊടുക്കണം ശരിക്കും ഉപ്പിട്ട്. അപ്പോഴാണ് അതിൽ കാരണം കണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുള്ളൂ. ചില സമയത്ത് നമ്മൾ അല്ലാതെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, കുറച്ച് തേങ്ങയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുപ്പ് എള്ള്, വെള്ള എള്ള്, അങ്ങനെ വേണ്ടതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എള്ളും കാര്യങ്ങളൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില, മല്ലിച്ചപ്പ് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല. ഞാൻ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാറിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് കുഴച്ചെടുത്താൽ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഓരോ ഇത് കിട്ടണമല്ലോ, ഓരോ റൊട്ടിയൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വലുത് വേണം ചെറുത് വേണം ഒക്കെ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ ഉരുളാക്കി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടൊരു ചട്നി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ പൂളാക്കിയിട്ടിട്ട് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിരണ്ടിയിട്ടില്ല, ചിരണ്ടി എടുത്തിട്ട് പൂവാക്കിയിട്ടാലും മതി. അതിലേക്ക് കുറച്ച് പൊട്ടുകടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ഇത്തിരി പുളി കേട്ടോ, പുളി ഓവറാകരുത്, ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക്. ഈ ചട്നീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വേവിക്കാനൊന്നും വെക്കണ്ട. നമുക്ക് കടുക് ഇതൊക്കെ പൊട്ടിച്ച് താളിച്ച് നേരെ ഇതിലേക്കാണ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇത്. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരട്ടെ. അപ്പോൾ അത് അരച്ച് ഞാൻ ഒരു ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ച് ഒഴിച്ചെടുക്കാം. കടുകും ചെറിയ ജീരകമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഉണക്കമുളക്, അതുപോലെ തന്നെ കറിവേപ്പില,
മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അരച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയതുകൊണ്ട് ആണ്. പിന്നെ അതുമല്ല എൻ്റെ കയ്യിൽ കഴിഞ്ഞും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തി വെച്ചതാണ്. അല്ലെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ എരിവ് കമ്മിയായതുകൊണ്ടാണ് ഞാൻ ഉണക്കമുളകൊന്നും കൂട്ടാത്തത് കേട്ടോ. പച്ചമുളക് ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉപ്പിടാൻ മറക്കണ്ട, ഞാനത് പറയാൻ വിട്ടു. അപ്പോൾ അങ്ങനെ ഞാനിതാ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇനി ഇതിലേക്ക് താളിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ താളിപ്പ് നമ്മൾ കടുക് വറുത്തെടുക്കില്ലേ, അത് അങ്ങനെ കുറച്ച് കടുകും കുറച്ച് ജീരകം ഇട്ട് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പിന്നെ ഇതില്ലേ ചുവന്ന മുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ താളിച്ച് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അധികം എരും ഇടണില്ല. അധികം എരിട്ട ഇവിടെ പൊതുവെ എരിവ് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എരിട്ട് കഴിക്കണതാണ് ടേസ്റ്റ് കേട്ടോ. ഞാൻ എരിവ് കഴിക്കും, പക്ഷേ ഹസ്സിന് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മളതും കൂടി മാനിക്കണമല്ലോ. അപ്പം അങ്ങനെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം. പിന്നെ ചില ആളുകളൊക്കെ വാഴൻ്റെ ഇലയോ അല്ലെങ്കിൽ പൊടുണിൻ്റെ അങ്ങനെ മരം ഉണ്ടല്ലോ, പൊടുണി പറഞ്ഞിട്ടുള്ളൊരു മരം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ട് തട്ടി അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നിയത്, നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ഇതാവുമല്ലോ. അപ്പോൾ എനിക്ക് ഒന്ന് ഇങ്ങനെയാണ് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക, അതിലേക്ക് കട്ടിയുള്ള കവർ, അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ പിന്നെ നമ്മൾ അരിറൊട്ടിൻ്റെ ബോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ പിന്നെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ, ഇങ്ങനെ അമർത്തി കൊടുത്ത് തട്ടിക്കൊടുത്താൽ ഇത് അതുപോലെ നന്നായിട്ട് തന്നെ പരന്നിട്ട് വരും കേട്ടോ. പിന്നെ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഒറോട്ടി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒറോട്ടി എന്നുള്ളത്. പിന്നെ ഞങ്ങളിവിടെ അരിറൊട്ടി അല്ലെങ്കിൽ അരിയട അങ്ങനെയൊക്കെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ തട്ടിക്കൊട്ടി നമ്മൾ വീണ്ടും ചൂടാൻ തുടങ്ങുകയാണേ. അപ്പോൾ ഇത് ചൂടുന്നത് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിന് ശേഷം അതും ചൂടുന്ന സമയത്ത് നമ്മൾ നല്ല കട്ടിയുള്ള ചട്ടി തന്നെയാവും ഏറ്റവും ബെസ്റ്റ് കേട്ടോ നമുക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അത് പിന്നെ അങ്ങനെ അതിനായിട്ട് വെച്ചിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. അരി റൊട്ടി ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് വേറൊരു ചട്ടി മാറ്റി വെച്ചതാണ്. അട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടോ. പിന്നെ നമ്മൾ ഗോതമ്പടയൊക്കെ ചൂടില്ല അങ്ങനെ വെക്കാൻ. ഇനി ഇത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അടിയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ അത് കൂടി ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അവിടെ നിന്ന് ഇളകും. പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ പിന്നെ നമ്മൾ അതിൻ്റെ അടിഭാഗം കണ്ട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ വരണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാനൊന്നും കൂടി ഒരു ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ ആ ഒരു വെള്ളം മാത്രമാകുമ്പോൾ ആ ഒരു അരി അങ്ങനെ കഴിക്കണ പോലെയാണ്. പക്ഷെ അതിലേറെ ഏറ്റവും ടേസ്റ്റ് നമ്മളിത് അതുപോലെ കുറച്ചൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരപ്പം ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അരി റൊട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി നമ്മളോട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് റിസ്ക് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തിട്ടൊന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. എന്താണ് നിങ്ങൾ ചെയ്യുന്ന റൊട്ടി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏതായാലും ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ അരി റൊട്ടി വേറെ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ചട്നിയും റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിക്കട്ടെ ഇനി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാം കേട്ടോ. താങ്ക്